ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. വക്കാത്ത ഇത്തേമോയുടെ അടുത്ത എപ്പിസോഡ് കാണാം. ലാസ്റ്റ് എപ്പിസോഡിൽ കൊസാക്ക അവളെ വിളിച്ചിട്ട് ആ മരത്തിൻ്റെ താഴെ ആ സ്പോട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞ് അവിടെയാണ് നമ്മൾ നിർത്തിയത്. അവളാണെങ്കിൽ ഓടി ആ മരത്തിൻ്റെ അവിടെ എത്തി. അവനും ഓടി വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവനൊരു കോള് വരുന്നുണ്ട്. കോള് വന്നതിന് ശേഷം അവൻ അവിടെ നിന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അവൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അവനെ കാണാഞ്ഞിട്ട് അവളും പോവുകയാണ് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആരുടെയോ ഫ്യൂണറലാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. കൊസാക്ക വന്നിട്ട് അവൻ്റെ കർമ്മം ചെയ്തിട്ട് പോവാണ്. മരിച്ചത് ചിയാക്കി ഇമായിയാണ്. അവൻ പുറത്തു പോയി സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ന് കാണാൻ പോയ ലേഡി അവിടെ വന്നിട്ടുണ്ട്. അവരവനോട് സംസാരിക്കുകയാണ്. ചിയാക്കി അവളുടെ ബെസ്റ്റ് അവൾ ഫൈറ്റ് ചെയ്തു, പക്ഷെ എന്തായാലും അവസാനം ഇങ്ങനെ ആയില്ലേ എന്ന് പറയുമ്പോൾ അവൻ അത് കേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അടിയിറങ്ങി പോകുമ്പോൾ അവനെ മിയോ വന്ന് വിളിക്കുകയാണ്. അവൾ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, നീ എന്താ എന്നോട് ഒരു വാക്കുപോലും പറയാതിരുന്നേ? അപ്പോൾ അവൻ പറയും, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുമായിരുന്നു. അവൾ പറയും, ഇല്ല, പക്ഷേ എങ്കിലും എനിക്കത് അറിയാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുമായിരുന്നു? അവളിങ്ങനെ അതിന് മറുപടി പറയാൻ വരുമ്പോഴത്തേക്കും അവനിങ്ങനെ ഇടയ്ക്കേറി പറയുകയാണ്, ചിയാക്കി മരിക്കുന്നത് വരെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് നീ പറയുമായിരുന്നോ? അതോ അവൾ മരിക്കുന്നത് വരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു? മിയോ അറിയും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവൻ ഇടയ്ക്കേറി അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്, അപ്സെറ്റാണ്, ഡെസ്പറേറ്റ് ആണ്. അതുകൊണ്ട് അവന് ഭയങ്കര ദേഷ്യമുണ്ട്. അവൻ ദേഷ്യത്തിൽ ഇങ്ങനെ പറയാണ്, പിന്നെ നീ എന്താണ് ഉദ്ദേശിച്ചത്? മിയോ പറയും, നീ എല്ലാം നിൻ്റെ ഇമോഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ അവൻ പറയും, അതെൻ്റെ പേഴ്സണൽ പ്രോബ്ലമാണ്, അത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവിടെ മേഘുവും സീനിയറും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘു ഇങ്ങനെ സീനിയറോട് എന്തോ ചോദിക്കാനായിട്ട് വന്നിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ സീനിയർ ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണോ ചോദിക്കാൻ വരുന്നത്? അതാണെങ്കിൽ ഞാൻ കൂടുതൽ സമയം നിന്നോട് സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ക്രേസി ആയി പോവുമായിരുന്നു. എന്നിട്ട് സീനിയർ പാത്രം എടുത്തിട്ട് മാറുകയാണ്. അപ്പോൾ മേഘു ഇങ്ങനെ വിഷമിച്ചിരിപ്പുണ്ട്. അവളിങ്ങനെ മനസ്സിൽ പറയുകയാണ്, നമ്മൾ ഉടനെ തന്നെ രണ്ട് വഴിക്കായിട്ട് പോവും. അത് നല്ല വിഷമമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഇനി തൊട്ട് ലോൺലി ആയിരിക്കും. എന്നിട്ട് അവളിങ്ങനെ ആലോചിക്കുന്നതാണ്. മേഘു തുടക്കത്തിൽ കൊസാക്കയെ കണ്ടപ്പോൾ അവനും അതേ ഫീലിംഗ് ആണ് അവൾ ഫീൽ ചെയ്തത്. അതായത് അവനൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ നമ്മുടെ സീനിയർ ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഇവൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ തന്നെ അവളുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ എംപ്റ്റി ആയി പോയി എന്ന് തോന്നുന്ന സമയത്ത് അവൾക്കിങ്ങനെ ഒരു കൈത്താങ്ങ് പോലെ പല ഐഡിയാസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീനിയറുടെ സ്വന്തം കാര്യമാണെങ്കിൽ അവൾ പലപ്പോഴും ഇങ്ങനെ സ്വന്തമായിട്ട് ഉള്ളിലുള്ള ഇമോഷൻസൊക്കെ എംപ്റ്റി ആക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ കൂടുതൽ അവളുടെ അടുത്തേക്ക് അടുക്കുകയായിരുന്നു എന്ന് പറയുകയാണ് മേഘു. ഇന്നലെ സീനിയർ ഇവളെ ഇഷ്ടമാണ്, ഒരു ഫ്രണ്ടിനെ പോലെ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവൾക്ക് അവളുടെ ഫീലിങ്സ് തന്നെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുകയാണ് മേഘു. അത് കഴിഞ്ഞ് കൊസാക്കയും അവൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനെയും മീറ്റ് ചെയ്യാണ്. ആ ഓൾഡ് ഫ്രണ്ട് ചിയാക്കി അവന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അത് ചിയാക്കി അവന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു എക്സിബിഷൻ ചാർട്ടാണ്, അവൻ്റെ ആർട്ട് വർക്കൊക്കെ ചേർത്തിട്ട്. അതൊക്കെ കാണുമ്പോൾ വീണ്ടും അവന് അവളുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓടി വരികയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കൊസാക്കയും മേഘുവിനെയാണ്. അവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണുമ്പോൾ മേഘു ചോദിക്കുന്നുണ്ട് കൊസാക്കയോട്, നിൻ്റെ ന്യൂയോർക്കിലെ എക്സിബിഷൻ പ്രോജക്റ്റ് ഡിസൈഡ് ചെയ്തല്ലേ? അപ്പോൾ കൊസാക്ക പറയുന്നുണ്ട്, അതെ, എനിക്ക് നിങ്ങളുടെ കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. അതായത് ഇവരുടെ ആർട്ട് ഫെസ്റ്റിവലിന് ഇവരുടെ പ്രോജക്റ്റ് ഓരോരുത്തരും ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് കാണാനായിട്ട് അവന് നിൽക്കാൻ പറ്റില്ല. കാരണം അവന് ന്യൂയോർക്കിൽ അവൻ്റെ എക്സിബിഷൻ ഉടനെ തുടങ്ങും. ഇവിടെ ഹിക്കാരിയും ഒസാക്കയും കൂടി സംസാരിക്കുന്നതും കൊസാക്കയെക്കുറിച്ചാണ്. ഹിക്കാരി പറയുന്നുണ്ട്, കൊസാക്ക പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ലോൺലി ആയി പോകും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടെങ്കിലും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അവൻ പറയും, എനിക്ക് മനസ്സിലായി. ഹിക്കാരി ചോദിക്കും, നിനക്ക് ജലസ് ആവുന്നുണ്ടോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അത് നാച്ചുറൽ അല്ലേ. ഹിക്കാരി പറയും, നീ ജലസ് ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആ ഫീലിങ്സ് നിൻ്റെ നഷ്ടമാവുമെന്ന് എനിക്ക് പേടിയുമുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഹിക്കാരി പറയും, നമ്മളെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷനുണ്ടായി. അപ്പോൾ ഒസാക്ക ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് ഹിക്കാരി, നീ എന്തിനാടാ ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കും, ശരിക്കും പറഞ്ഞാൽ ഞാൻ മാറുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലേ? ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നല്ലേ? അവൾ പറയും, എക്സാക്ട്ലി, അത് തന്നെ. തുടക്കത്തിൽ നീ എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കണം നീ എപ്പോഴും എന്നോട്. അവനത് പറയുന്നത് കേട്ടിട്ട് അവൾക്കും ചിരി വരുന്നുണ്ട്. അവൾ പറയുന്നത് കേട്ടിട്ട് അവനും ചിരി വരുന്നുണ്ട്. കൊസാക്ക ഇവിടെ ടീച്ചറിനോട് സോറി പറയുകയാണ്. ഇവിടുത്തെ ആർട്ട് ഫെസ്റ്റിവലിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണല്ലോ അവൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഇപ്പോൾ വന്നത്. പക്ഷേ അവന് പെട്ടെന്ന് അവൻ്റെ എക്സിബിഷനുമായിട്ട് ന്യൂയോർക്കിൽ പോകേണ്ടി വരികയാണല്ലോ, അതുകൊണ്ട് സോറി പറയാണ്. ഇതെല്ലാം മിയു സ്റ്റാഫ് റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. അവർ തമ്മിലിപ്പോൾ സംസാരമൊന്നും ഇല്ല. അവൻ അവിടുന്ന് പോയി. പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ വരികയും ചെയ്തു.
കൊസാക്ക വന്ന് പ്രസിഡന്റിന്റെ സ്റ്റാച്യൂവിൽ പെയിന്റ് ഒഴിച്ചല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്തു. അവിടെ വീണ്ടും റീപെയിന്റ് ചെയ്തു. അവരുടെ കോളേജിൽ ആർട്ട് ഫെസ്റ്റിവൽ എത്താറായി. എല്ലാവരും അവരുടെ ആർട്ട് വർക്കിൽ ഭയങ്കര ബിസിയാണ്. അതിൻ്റെ ഫിനിഷിംഗ് ടച്ചിലേക്ക് എത്താറായി. പക്ഷേ മിയു മാത്രം ഇങ്ങനെ മിക്സ്ഡ് ഫീലിങ്ങിൽ ഇരിക്കുകയാണ്. അവളുടെ ആർട്ട് വർക്ക് എങ്ങനെ അവൾ ഫിനിഷ് ചെയ്യണമെന്ന് അവൾക്കൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ സമയങ്ങളും കാലങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. മിയു ഒരു ഈവനിങ് അവളുടെ ആർട്ട് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ ടീച്ചർ ഇങ്ങനെ വരികയാണ്. അവൾ മെറ്റൽ യൂസ് ചെയ്താണ് ഇത്തവണ ആർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ട്, നീ മെറ്റലാണോ യൂസ് ചെയ്യുന്നത്? അവൾ അതേന്ന് പറയും. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ട്, കൊസാക്ക നിനക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ തന്നിട്ടാണോ പോയേ? അപ്പോൾ മിയു പറയും, കൊസാക്കയുടെ കാര്യം പറയുമ്പോൾ അവനെ നോക്കുമ്പോൾ തന്നെ പെയിൻഫുള്ളാണ്. അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ടീച്ചർ കുറേ എൻകറേജിങ് വേർഡ്സൊക്കെ മിയുവിന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവൾ അത് കഴിഞ്ഞ് ഇങ്ങനെ റൂമിലേക്ക് കയറി വരുമ്പോൾ മേഘു അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിയു ഇങ്ങനെ അന്തം വിട്ട് ചോദിക്കുകയാണ്, മേഘു നീ ഇത്രയും ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മേഘു പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവാറുണ്ട്. മിയു നൂഡിൽസും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അവരത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് അവരിങ്ങനെ നൈറ്റ് ചുമ്മാ വാക്കിന് പോവുകയാണ് കോളേജ് ഗ്രൗണ്ടിലൊക്കെ. അപ്പോൾ ഇങ്ങനെ അവർ സീനിയറെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിനിടയിൽ മേഘു മിയുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കൊസാക്ക ഇഷ്ടമായിരുന്നില്ലേ? അപ്പോൾ മിയു പറയുന്നുണ്ട്, എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. അപ്പം മേഘു ചോദിക്കും, ഇഷ്ടമായിരുന്നെന്നോ? പാസ്റ്റോ? അതിനവളൊരു മറുപടിയും കൊടുക്കുന്നില്ല. എന്നിട്ട് മേഘു പറയും, ഞാൻ വിചാരിക്കുന്നു എനിക്ക് സീനിയറെ ഇഷ്ടമാണെന്ന്. അപ്പം മിയു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ സർപ്രൈസ്ഡ് ആവുന്നില്ല. മേഘു ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ കരുതി നീ ഭയങ്കരമായിട്ട് ഷോക്കാവും എന്നാ വിചാരിച്ചേ. അപ്പോൾ മിയു പറയും, ഷോക്കാവുന്നത് എന്തിനാ? അപ്പോൾ മേഘു പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ആർട്ട് വർക്ക് അത് സീനിയറിന് വേണ്ടി കൊടുക്കാനായിട്ടാണ്. ആദ്യം എൻ്റെ മനസ്സിൽ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ സീനിയറിന് കൊടുക്കാനാണ് എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വന്നു. സീനിയറാണെങ്കിൽ ഇപ്പോൾ മറ്റേ മഷിക്കോ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടെ അവളുടെ ക്രിയേറ്റിവിറ്റിയും ആർട്ട് വർക്കുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ രണ്ടും അവരുടെ വർക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അത് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള തത്രപ്പാടിലാണ്. അവർ പിറ്റേന്ന് മോർണിംഗ് വരെ ഇരുന്നു. മേഘു സീനിയറിന് കൊടുക്കാനുള്ള ആർട്ട് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മേഘു സീനിയറുടെ അടുത്തേക്ക് പോകാനുള്ള ട്രെയിൻ കയറി പോവുകയാണ്. അവൾ സീനിയറെ കാണാനായിട്ട് സീനിയറുടെ അടുത്ത് വരുന്നു. സീനിയറെ കണ്ടതും അവൾ ഉണ്ടാക്കിയ ആർട്ട് വർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മേഘു പറയും, എനിക്കും ഇഷ്ടമാണ് നിന്നെ. സീനിയറും അവളെ കുറേ കാലം കഴിഞ്ഞ് കാണുന്നതുകൊണ്ട് പെട്ടെന്ന് ഹഗ് ചെയ്യും. മിയുവും അവൻ്റെ വീട്ടിലേക്ക് വരുവാണ്. കൊസാക്ക അവനിപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇനി നിന്നെ ഞാൻ കാണാൻ വരില്ല എന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് അവളിങ്ങനെ നിൽക്കുകയാണ്. അതോടെ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത വീഡിയോ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.